നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുഡിൻ്റെയൊക്കെ വേറെ ലെവലാണ്. നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡും സമയത്തിന് കറക്റ്റായിട്ട് മുമ്പിലെത്തിക്കോളും. കഴിച്ച് മാത്രം ഹെൽപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ദിവസം രാവിലെ കഴിച്ചതാണ് നമ്മുടെ റാഗിപ്പുട്ട്, പഴം, പപ്പടം. പിന്നെ എൻ്റെ വക ഒരു അലങ്കാരത്തിനായിട്ട് ഞാൻ മീൻ കറി കൂടെ കൂട്ടി. പുട്ടും മീൻ കറിയും കൂടെ അടിപൊളിയല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ തന്നെ ഉണ്ടാക്കിയ ബോൾ ഗ്രേപ്സിൻ്റെ ജ്യൂസാട്ടോ. നമ്മൾ നോർമൽ മിക്സിയിൽ അടിച്ചെടുക്കുന്നതല്ല, ഇത് ഗ്രേപ്സ് തിളപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് അമ്മയുടെ ഒരു സിഗ്നേച്ചർ സാധനമാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, രസം, അതുപോലെ തന്നെ മീൻ കറി, കൊഴുവ വറുത്തത്, കോവയ്ക്കാത്തോരൻ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിച്ചു. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഞാൻ 2 പപ്പടവും കൂടെ വെച്ചു. ഇരിക്കട്ടെ ഒരു ഗുമ്മിന്. കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചാണ് 2 മിച്ചർ മിഠായി. ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിനെ വിളിക്കുന്ന മിച്ചർ മിഠായി എന്നാട്ടോ. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും അതിൻ്റെ കൂടെ ഡേറ്റ്സ് ആണോ ക്യാരറ്റോ ഏതോ ഒരു കേക്കാണത്, എന്തായാലും അതും കൂട്ടി ഞാൻ കഴിച്ചു. കുറച്ച് എൻ്റെ മോള് ലേസും കൊണ്ടുവന്നു, അതിൽ നിന്ന് ഞാൻ കുറച്ച് കഴിച്ചു. രാത്രിയപ്പോൾ അമ്മ പുഴുക്കുണ്ടാക്കി തന്നു. പുഴുക്കും അതുപോലെ ചെമ്മീൻ്റെ അച്ചാറും രാവിലത്തെ കൊഴുവ ഫ്രൈയും കൂടെ കൂട്ടി ഞാൻ കഴിച്ചു. അപ്പോൾ എപ്പടി അപ്പോൾ ബൈ.